ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരിക്കലും ഒരു സിനിമാ നടൻ്റെ ഇത് മുഖം കണ്ടുകൊണ്ട് അതിലെ ഫാൻസ് അവനെയൊക്കെയാണോ നാട്ടുകാരെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കേണ്ടത്? നിങ്ങൾ ചിന്തിക്കണം. നെഞ്ചിൽ കുടിയിരിക്കും ഋസികരെ വണക്കം. ഓൾറെഡി DMK എന്ന് പറഞ്ഞൊരു ദ്രാവിഡ പാർട്ടി നിലനിൽക്കുമ്പോൾ അതേ സാധനം തന്നെ എടുത്തിട്ടിട്ട് പിന്നെ അതിനെ പൊട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ പുള്ളി നെപ്പോട്ടിസം അല്ലെങ്കിൽ കുടുംബവാഴ്ച കുറേ കാര്യങ്ങളകത്ത് ചെറുതായിട്ട് കത്തി കയറിയിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊന്നും കാര്യമില്ല. വിജയുടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ പുള്ളി പറഞ്ഞത് MGR അല്ലെങ്കിൽ NTR പോലുള്ള ആ ഒരു അന്നത്തെ തലമുറയിൽ ആ കാലഘട്ടത്തിലുള്ള കാലഘട്ടമാണോ ഈ കാലഘട്ടം? പിന്നെ വിജയ് ഇവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ വിജയ് തീർച്ചയായിട്ടും ജയിക്കും. ഇപ്പം എക്സാമ്പിൾ മോഹൻലാൽ ഒരു പാർട്ടി രൂപീകരിച്ചു എന്ന് സങ്കല്പിക്കുക. ഉറപ്പായിട്ടും മോഹൻലാൽ ജയിക്കും. പക്ഷേ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷൻകാർ ആരെങ്കിലും ഇവിടെ ജയിക്കുമോ? പിന്നെ പുള്ളിയുടെ ഒരു ഏറ്റവും വലിയൊരു ഡയലോഗായിട്ട് അല്ലെങ്കിൽ ഒരു മാസ് മാനിപ്പുലേറ്റ് ആയിട്ട് എല്ലാവരും പറയുന്നത് പുള്ളി ഈ പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് പുള്ളി രാഷ്ട്രീയത്തിൽ വരുന്നതെന്നാണ്. ശരിക്കും ഒന്ന് മനസ്സിലാക്കണം, പുള്ളി രാഷ്ട്രീയത്തിൽ വന്നു, രാഷ്ട്രീയത്തിൽ ക്ലിക്കാവുകയാണെങ്കിൽ തന്നെ ഒരുപാട് പേരെ കൊണ്ട് പുള്ളിയുടെ തന്നെ ഏറ്റവും അടുത്ത ആൾക്കാരെ കൊണ്ട് പറയിക്കും. വിജയുടെ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട്, അദ്ദേഹം നിങ്ങളൊരു സിനിമ ചെയ്യണം. പുള്ളി സിനിമ ചെയ്യും.